everyone, welcome to my channel, guys. And in this video, I will be watching the final part of Karika's Mocha. So, this is almost like a 34-minute video. I'm very excited to see what chaos awaits us basically in the finale. So, I don't want to delay this any further. It's a very long video already. Let's watch the final part right away. ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ രാത്രി കള്ളന്മാർക്ക് ടാക്സി സർവീസ് എടുത്തു കഴിഞ്ഞു സാർ. വഴിയാധാരമായി നടന്ന 3 ചെറുപ്പക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തെന്നുള്ള സത്യം. പക്ഷെ ഞാൻ ഇമാരി ഉണ്ണുണ്ണി പരിപാടി വിളിച്ചിട്ട് കാര്യമില്ല. ഗെറ്റ് റെഡി ഫോർ എ മെഗാ മിഷൻ. Mega mission, yes. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ. Okay, 1 hour ago. Okay. ബൈക്കിന്റെ താക്കലിങ്ങാന്ന് നിന്റെ കൂട്ടാൻ എത്തിയാ? അവരെ വിളിക്കാനാ പോന്നെ. ഓക്കേ. തുടച്ചുണ്ടെങ്കിൽ കണ്ടില്ലേടോ, ചെളിയും ചവിട്ടി കയറ്റിക്കോളൂ. അയ്യോ സോറിയടാ, വൃത്തിയേടായല്ലേ? ആയി ഞാൻ വൃത്തിയാക്കി തരാം. The nose ring is interesting. രാവിലെ ഓർത്തുമാര് പാവടത്തിന് വന്നോളും. മനുഷ്യനെ വരെ കിടന്ന് കയറി പോണോ. Wearing skirts. Man? Wait, what was... I think I missed something. Like, why is man written in quotes? I'm missing the punch here, guys. Huh? Oh, sorry. എന്നാലേ നീ നിന്നോട് തന്നെ പറഞ്ഞേക്ക്, നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ നിന്റെ ഷേപ്പ് മാറുമെന്ന് കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം. വേണ്ടാന്ന് വെക്കുമ്പോ പിന്നെ ഒരു ചായക്കളിക്ക് തരുന്നുണ്ട്. Okay. പിടിച്ചിരുന്നോ? അതെ, അളിയൻ വിളിച്ചായിരുന്നു പുള്ളിനെ പോയി കാണാനായിട്ട്. ഓ, അപ്പൊ അയാളുടെ കൂടാണ് നീ ഇന്ന്? ഞാൻ നിന്റെ കൂടെ ആയിരിക്കുന്നാ പറഞ്ഞത്. നാളെ വല്ലതും തിരിച്ചു പോണ നേരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാൻ വിചാരിച്ചു പുള്ളിനെ. അപ്പൊ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല അല്ലേ? ഇല്ല. എന്നാ നമുക്ക് റൂമിൽ ചെന്നിട്ട് ജാം ചെയ്യാം. എന്തുട്ടേ? ഒന്നും ഇല്ല. നിനക്ക് ബാംഗ്ലൂരിൽ റൂമൊക്കെ സെറ്റായോ? ഒരെണ്ണായിട്ടുണ്ട്. കൊറേ നാള് ജോലിയും കൂലിയും ഇല്ലാതെ നടന്നാൽ ഇപ്പൊ എന്താ, ഇപ്പൊ ജോലിയൊക്കെ ആയില്ലേ? എന്തോ ഒരു ഇന്റർവ്യൂ കൂടിയെന്നറിയോ? അവസാനം എൻട്രി എലിവേറ്റിന്റെ കോഡിംഗ് പ്രോഗ്രാമിന്റെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് വഴി ഇപ്പൊ ഇത് കിട്ടിയത്. എൻട്രി എലിവേറ്റാ? അത് ചെയ്ത് കഴിഞ്ഞാലേ യുഎസിലെ ഇലിനോയ് എന്നുള്ള ടെക് സർട്ടിഫിക്കറ്റും ഇന്ത്യയുടെ NSDC സർട്ടിഫിക്കറ്റും കിട്ടും. നല്ലതാ. അതിന് നീ വീട്ടൊക്കെയല്ലോ, പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടും? അതിന് ടെക് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, ആർക്കോടെങ്കിലും പറ്റും. അത് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അടിപൊളിയാ. വെറുതെ കോളേജിൽ പോയി C++ ഒക്കെ പഠിച്ചു ഇതിനായിരുന്നു എന്തോ. C++ മാത്രമല്ല, ജോബ് കിട്ടാനുള്ള വേറെയും കുറെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ലതാ. എന്തായാലും ഞങ്ങള് പാട്ടിന്റെ പരിപാടിയായിട്ട് ബാംഗ്ലൂർ വരുമ്പോ നമുക്കൊന്ന് കൂടണം. പറഞ്ഞ പോലെ പാട്ടിന്റെ പരിപാടിയൊക്കെ എന്തായി? കൂടെ ഒരു പാട്ടുകാരനും കൂടി ഇല്ലേ? ജോണി. ഇപ്പൊ റൂമിൽ ചെല്ലുമ്പോ കാണാം. എന്താണ് ബ്രോ, രാത്രിയിലോ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റുന്നു, പകലെങ്കിലും കുറച്ച് സ്വസ്ഥത. നിങ്ങളുടെ ഈ കൊലവിളി കുറച്ചു നേരത്തേക്ക് നിർത്തി വെക്ക് പ്ലീസ്. ബ്രോ, ഞാനേ ഒരു ട്രാക്ക് ഉണ്ടാക്കുന്ന മൂഡിലായിട്ട് ഒറ്റ പീസും കൂടെ കിട്ടാണ്ടായിരുന്നുള്ളൂ. അതിപ്പോ കിട്ടി, സാധനം കംപ്ലീറ്റ് ആയി. നീ ബ്രോ വേണി പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. നന്ദു, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നറിയോ? വിശേഷം ചോദിക്കാൻ ആളറിയണോ? അതെ, ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങാൻ വേണ്ടി ഞാൻ ഒരു മെലഡി വായിച്ചു തരട്ടെ? വേണ്ട, പോയി കിടന്ന് ഉറങ്ങിയേട്ടാ. നിനക്ക് എന്തിന്റെ കേടാണ്? എടാ, നമ്മൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായില്ലേ, ഇവന്മാർ സ്വസ്ഥമായിട്ട് ഒരു ദിവസമെങ്കിലും കിടത്തി ഉറക്കിയിട്ടുണ്ടോ? അതിന് നീ നിന്റെ കൊണ്ടാളെ ചിന്തണ്ടോ? അവന്മാരൊന്നും പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല. നീ വന്നേ, ബാഗ് പാക്ക് ചെയ്യാം, നമുക്ക് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ നശിച്ചാൽ ഓടിച്ച് പോകുന്ന തന്നെ നല്ലത്. നിങ്ങൾ ഈ ലോഡ്ജിൽ സ്ഥിരതാമസമാണോ? അതെ ബ്രോ, 3000 രൂപ മാസം വാടകയ്ക്ക് ഇത്രയും കിഡിലെ സെറ്റപ്പ് വേറെ എവിടെ കിട്ടും? നാട്ടിൽ കിട്ടൂട്ടാ. 2500 രൂപയ്ക്ക് പോസ്റ്റ് ഓഫീസിനോട് ഒറ്റ വീട് കിട്ടും. നല്ലതാ. അത് ശരി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു വളവ് വിരിഞ്ഞല്ലേ എൻ്റെ വീട്. എന്നാ പിന്നെ എനിക്ക് അവിടെ നിന്നാ പോരെ?
വാടകയും കൊടുക്കണ്ട, ഫ്രീ ഫുഡും കിട്ടും. ആ അതല്ലായിരുന്നു നല്ലത്, എന്തിനാ ഇവിടെ വന്ന് കിടക്കണം? പക്ഷെ അവിടെ എന്നാ രക്ഷപ്പെടണ്ടേ? തുണിയും മണിയും വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ല. അതെ അച്ഛന്റെ ജുബയും പൂജാമുറിന്ന് കർട്ടനും വെട്ടി തയ്ച്ചിട്ടോണ്ട് വന്നതാ. ഈ ബാൻഡ് രക്ഷപ്പെടാൻ ഞാൻ ഈ നാട്ടിലോട്ട് പോകത്തില്ല. ബ്രോയ്ക്ക് നാട്ടിൽ നിൽക്കണ ഇഷ്ടമല്ലേ? അതെ അതെ, അടുത്ത ആഴ്ച ഏത് He's like നാട്ടിലോട്ടാ so bola bala. ബാംഗ്ലൂർ. ശരി. ഇന്നത്തെ നിങ്ങക്ക് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് ബ്രോ, ഇന്ന് നൈറ്റ് ഒരു ഗിഗ് ഉണ്ട്. വരണ്ടാ, സൂപ്പർ ആയിരിക്കോട്ടാ. ഗിഗ്ഗാ? എടാ നമ്മുടെ ബാൻഡിന്റെ പരിപാടിയാ. ഈ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടും കേൾക്കാം, രണ്ടെണ്ണം പഠിക്കുകയും ചെയ്യാം, താളത്തി വാളും വെക്കാം. വാ പോരേ. ഞാൻ അങ്ങനെ വെള്ളമൊന്നും അടിക്കാറില്ല. നീയാ? നീ കോളേജിൽ വെച്ച് ബീർ അടിക്കുമായിരുന്നല്ലോ. അത് പണ്ടല്ലേ, ബിയർ അടിച്ച വയറാട് നേട്ടിട്ട് അങ്ങനെ നിർത്തിയായിരുന്നേ. ആര് പറഞ്ഞു അങ്ങനെ? നമ്മുടെ ഷാപ്പിലെ ചേട്ടൻ. ആ കൊടവേരനാ? ആ പുള്ളി. അപ്പൊ അടിക്കും. ഏട്ടക്ക് എന്ന് ഞാനൊരു കിടില സാധനം എടുക്കട്ടെ? എന്ത്? ഒറ്റ മിനിറ്റ്. ചാമ്പക്കൻ ലൗലോലിക്കായിട്ട് Desi daru. സാധനം. എന്നാ പിന്നെ നമുക്ക് രണ്ടെണ്ണം കീച്ചാലോ? പോയി വെള്ളം എടുത്തോട്ട് വരാം. നീ എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ? അമ്മ നിനക്ക് ഉണ്ണിയപ്പൊക്കെ പൂഞ്ഞ് തന്നിട്ടുണ്ട്. എടാ നീ കക്കാവാറിലൊക്കെ നിർത്തി മണല് കടത്താൻ തുടങ്ങിയ? എടാ, അത് പെങ്ങൾ അളിയന് വേണ്ടി തന്നിട്ട് അവലോസോടി എങ്ങോട്ട് തന്നെ. അവലോസൂടിയാ? പിന്നെ 200 ഗ്രാം കുറഞ്ഞെന്ന് വെച്ച് നിന്റെ അളിയൻ എന്നെ 200 ഗ്രാം മതി 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 What മതി. is- ആ, മതി മതി മതി. ഡിസ്കണക്ട്. What is Avalos powder? What is that? Huh? Why was he so happy? Huh? Why was Sabrish so happy? ചേട്ടാ വെള്ളം എടുക്കാൻ പറയണ? അതെ. അതിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. അതെ, ഒരു മിനിറ്റ്. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. നമുക്ക് എല്ലാവരും കൂടി പോയി ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇതിങ്ങനെ വെച്ച് വെറുപ്പിക്കാൻ പറ്റില്ലെന്നേ. ബാ, കൈയോടെ പോയി കംപ്ലൈന്റ് കൊടുക്കാം. കുഴപ്പമില്ല. കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ എന്താ, കുഴപ്പമുള്ള ആളെ നോക്കാം. അളിയാ പറയടാ. ആ എടാ, അതെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞു. എനിക്ക് ഈ ആഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. അപ്പൊ നീ നാളെ വരണ്ട, അടുത്ത ആഴ്ച വന്നാൽ മതി. എടാ അടുത്ത ആഴ്ച? എടാ അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ എനിക്ക് ഈ ആഴ്ച ഫുൾ ഷോ ഉള്ളതാണ്. ആ നീ ഷോ കാണിച്ചോ? എടാ അതല്ല, കോൺസേർട്ട്. ആ കൺസേർട്ടിന് പൊക്കോടാ. എടാ ഇതിവിടെ വെച്ചോണ്ടിരിക്കണ റിസ്ക് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ. ഓപ്പറേഷൻ? എന്ത് ഓപ്പറേഷൻ? എടാ നിനക്ക് പൈസന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലേ? എനിക്ക് നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. This is what they heard. Okay. ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആകെ ബാത്റൂമിൽ പോകുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. അതിന് വലിയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നീ ആദ്യം ഞാൻ പറഞ്ഞ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും, എന്നിട്ട് അടുത്ത ആഴ്ച വാ. ഫോളോ ചെയ്യാം. അതെ, വേറൊരു കാര്യം, നമ്മൾ 2 പേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇതിനെക്കുറിച്ച് അറിയരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ എനിക്ക്? ഇല്ലടാ, ഞാനിതിപ്പോൾ തന്നെ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് എടുത്തരാം. ഇത് ഇത്ര വലിയ ആക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. നീ ആദ്യമേ ആ പറഞ്ഞ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് അടുത്ത ആഴ്ച വന്ന് കാണാം കേട്ടോ. അതെ അതെ, ഒരു മിനിറ്റ്. ഞാൻ കുറച്ച് സാമ്പിൾ എടുത്ത് നിനക്ക് അയച്ചു തരട്ടെ ചെക്ക് ചെയ്യാൻ. എന്ത് നിന്റെ അപ്പിടിയാ? And they'll think it's for the drugs. Okay, got it. എടാ ഒന്നും വച്ചിട്ട് പോടാ. ഓക്കേ. നമ്മുടെ പള്ളി ചുറ്റി. അതല്ല, അവൻ പറഞ്ഞാ മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? അവൻ തന്നെ ബോസ്. എന്ത് ബോസ്? എടാ ഈ കണ്ണനടങ്ങുന്ന മാഫിയയുടെ ബോസ് അവനാണ്. അവൻ ഫോണിൽ സംസാരിക്കുന്ന കേട്ടില്ലേ? ഇത് ചെവിയേറിയത് ഓപ്പറേഷൻ നടത്തണം, കേട്ടില്ലേ? ഓ, അപ്പൊ അതാണ് അവൻ പറഞ്ഞത് വെച്ചോണ്ടിരിക്കുന്ന റിസ്ക് ആണെന്ന്. അപ്പൊ ഇന്ന് രാത്രി ലഹരി കടത്തുണ്ടാവും. ഓപ്പറേഷൻ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഡോക്ടറോട് സംസാരിക്കാതിരിക്കുന്നു. ഈ മിഷൻ ഇങ്ങനെ വിഡിത്തം പറയാതിരിക്കും. എന്താ നമ്മുടെ പ്ലാൻ? അവന്മാരുടെ ഓപ്പറേഷന്റെ ഡീറ്റെയിൽസ് കൂടുതൽ നമ്മൾ അറിയണം. അതിന് നമ്മുടെ ചെവി ഷാർപ്പായിരിക്കണം. ഏത് ഷാപ്പില്? ചെവി ഷാർപ്പായിരിക്കണം. അതായത് നമ്മുടെ കണ്ണും കാതും അവിടെ വേണം. അപ്പൊ നമ്മളിവിടെ നിന്നാ മതി. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ മുടി ഞാൻ തീ വെക്കും. 750 രൂപ വിൽക്കും. അക്കുരങ്ങത്ത് പോയോ? അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ നമുക്കിവിടെ നോർമലായിട്ട് അഭിനയിക്കാം. Poor thing, they're just living their lives. എങ്ങനെയുണ്ട് ബ്രോ? എന്തായാലും 2 എണ്ണം അടിച്ചോണ്ട് ഞങ്ങൾ പരിപാടിക്ക് പോയാലേ ഞങ്ങൾ കാത്തോടും. നിനക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവ പരിപാടിയൊക്കെ പിടിച്ചൂടെ? അടിപൊളിയായിരിക്കില്ലേ? പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിയായിരിക്കും. അതെ ബ്രോ, ഞങ്ങളൊരു വരവ് വന്നുണ്ട്.
5-6 വെടിച്ചില് ട്രാക്ക് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇറങ്ങിക്കോട്ടെ. ബാഗ് എന്തേ? ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടാടാ. ഇവിടെ ഉണ്ടായിരുന്നോ? ഏരിയണ ബാഗാണോ? എന്താ അതില്? ഞങ്ങളുടെ 2 വർഷത്തെ ഹാർഡ് വർക്ക് ഹാർഡ് ഡിസ്കിൽ. ആഹാ, എന്നിട്ടാന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെടിച്ചില് ട്രാക്കുകള് എൻ്റെ അകത്താണ്. Okay. വെണ്ണില ചന്ദന കിണ്ണം പുണ്ട്രമടക്കായലിൽ വീണ്ടേ കുഞ്ചിലക്കായ കുരിയെടുക്കാം. ഫൈനൽ മിക്സിംഗ് കൂടെ കഴിയാനുണ്ട്. അത് കഴിഞ്ഞ് ഈ സീസണിൽ ഇറക്കാൻ പറ്റിയ സാധനം കയറി ഹിറ്റ് ആകും. എന്താടാ പിന്നെ യങ്സ്റ്റേഴ്സിനിടെ ട്രെൻഡിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവനായിരിക്കും മെയിൻ. കാണാനും പറ്റുന്നില്ലല്ലോ. എടാ തേളിന്റെ പടം. ഹലോ இந்த கண்ணனா நான் அந்த கண்ணன் நினைச்சேன். என்ன கண்ணா? എന്താ ഇവിടെ പരിപാടി? ரூம் கீ கிடைச்சாச்சு. ஆனா கீ ஹோல் சூட் ஆகல. அது கீ ஹோல் சர்ஜரி பண்ணிட்டு இருந்தேன். டேய், இந்த கோளுக்கு சூட் ஆவன வந்து கீ ஹோல் கொண்டு வாடா. ആമാ നിങ്ങളുടെ റൂം നമ്പർ എത്ര? 307. 307 അപ്പുറത്താണല്ലോ. ഇത് 305 തമിഴിലെ പോടുക തമ്മി മലയാളത്തെ പോട്ട് എപ്പടി പഠിക്ക முடியும்? சாமி கூட நான் போய் ரிலாக்ஸ் பண்றேன். தம்பி இங்க வா. வாடா தம்பி கேட்கட்டுமே. பாப்பா கிடைக்குமா? പാപ്പ മമ്മ ഒന്നും ഇവിടെ ഇല്ല. സ്റ്റേ മാത്രമേ ഉള്ളൂ. ഫുഡൊക്കെ വെളിയിൽ പോയി കഴിക്കണം. இல்லடா சரக்கு சரக்கு. டேய், மாக்கு அடிக்கிறதுக்கு டாஸ்மாக் இங்க எங்கேயாவது இருக்கா? അതെ, ഞാൻ മദ്യപിക്കാറില്ല. மദ്யപിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യാറില്ല. பாரு எப்படி இருக்குன்னு. பாப்பா இந்த ஏஜ்ல பாப்பா ரொம்ப ஸ்மார்ட்டா இருக்கு. டேய், தூக்கி மேல வைடா. கீப் இட் அப். டேக் கேர் தம்பி. அப்படியே திருநெல்வேலி அருவா மாதிரி இருக்கு. ഫീലിംഗ് സാറ്റിസ്ഫൈഡ്. എവിടുന്ന് കുറ്റിയും പിടിച്ചു വരുന്ന ഇവന്മാരൊക്കെ? Poor guy. അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ മയക്കുമരുന്നിന്റെ മെയിൻ സപ്ലൈസ്? പിന്നെ അല്ലാണ്ട് അവർ പറഞ്ഞ നീ കേട്ടല്ലേ, സാധനം ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞിരിക്കണം. അത് ഈ സീസണിൽ തന്നെ ഇറക്കി യങ്സ്റ്റേഴ്സിനെ മൊത്തം അവന്മാരെ ട്രാക്കിലാക്കാനുള്ള പ്ലാനിലാവും. I just love that Anu is not able to hear it. He has to lift his wig. എന്ത് വില കൊടുത്തും യുവതലമുറയുടെ ഭാവി നമ്മൾ സംരക്ഷിക്കണം. അതിന് ആ ഓപ്പറേഷൻ തടഞ്ഞേ തീരും. അവന്മാരുടെ മേശപ്പുറത്തിരിക്കുന്ന കറുത്ത ബാഗിൽ സാധനമുണ്ട്, ഞാൻ കണ്ടതാ. അതെങ്ങനെയും തട്ടിയെടുത്ത് നശിപ്പിക്കണം. അതിനൊരു പ്ലാൻ വേണം. ചെക്ക് ബൗൺസ് ആകും മുമ്പേ കാശ് താടാ, ജപ്തി നോട്ടീസ് വരും മുമ്പേ തായോ, ബാങ്കിന്റെ ഇടപാട് തീർത്തു കൊടുത്തില്ല. Wait. This is. I feel I've heard this tune. Oh, let me hear that again. I feel that I have heard this tune. ചെക്ക് ബൗൺസ് ആകും മുമ്പേ കാശ് താടാ, ജപ്തി നോട്ടീസ് വരും മുമ്പേ തായോ, ബാങ്കിന്റെ ഇടപാട് തീർത്തു കൊടുത്തില്ലേ, ബാധ്യത കേറി നമ്മൾ തീർന്നു പോ. This sounds like the song Chekkale. This sounds like the tune of Chekkale. Huh? I have not heard that song in like forever. Could be wrong. Oh, he's gone. വാറ്റടിച്ച് കാറ്റ് പോന്നാ തോന്നുന്നു. കപ്പാസിറ്റി ഇല്ല. ദേവന്റെ അളിയും വിളിക്കുന്നു. എടുക്ക്. വേണോ? എടുക്കണ എന്താ കാര്യം ചോദിക്ക്. ഹലോ ചേട്ടാ. ആ ഹലോ. എടാ നീ ലോഡ്ജിൽ തന്നെ ഇല്ലേ? ചേട്ടാ ഞാൻ നന്ദുവല്ല, അപ്പുവാ. അവനോടെ? അവൻ ദേ ഇവിടെ ബാത്റൂമിൽ കുളിക്കാൻ കയറി. എടാ നീ ആ മുത്തു അല്ല ചിപ്പി ലോഡ്ജിലല്ലേ? ഞാൻ ദേ അതിന്റെ അടുത്തുണ്ട്, അങ്ങോട്ട് വരുവാ. അവനോട് സാധനം എടുത്ത് വെച്ചേക്കാൻ പറ. ഇപ്പോഴാ ഇവൻ സാധനമായിട്ട് നാളെ അങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്? എന്താ? അല്ല ചേട്ടാ, ഇവൻ സാധനമായിട്ട് നാളെ അങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്. ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്കിപ്പോ അങ്ങോട്ട് വരാനാ തോന്നുന്നത്. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, ചേട്ടൻ്റെ ഒരു ബുദ്ധിമുട്ടാകത്തില്ലേ? അത് ഞാനങ്ങ് സഹിച്ച്. നിന്റെ റൂം നമ്പർ എത്ര? ഇവിടെ റൂം നമ്പർ ഒന്നും ഇല്ല. റൂം നമ്പർ ഇല്ലേ? എന്താടാ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളിയാ? എന്ത് ചുറ്റിക്കളി? ചുറ്റിക്കളിക്കൊന്നും ഇല്ല. കുഴപ്പമില്ല, ഞാൻ റിസപ്ഷനിൽ ചോദിച്ചോളാം. വണ്ടി കയറോ? ഹലോ ഹലോ. ഇവന്റെ അളിയിലിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്തിനാടാ? എടാ അയാള് പോലീസാടാ, പോലീസ്. അതിന് നമ്മളിവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. എടാ ഒരുത്തം വെള്ളം അടിച്ച് ബോധമില്ലാതെ കിടക്കുന്നുണ്ടല്ലോ. എടാ എണീക്കടാ, എടാ എണീക്കടാ. ഇവൻ രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ പോരെ?
എടാ നിനക്ക് അയാളെ അറിയാത്തോണ്ട് അയാൾ ക്രോണിക് മദ്യവിരോധിയാ. സ്വന്തം കല്യാണത്തിന് വരെ മറ്റേ ഊതിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് ഞങ്ങളെയൊക്കെ ഊതിപ്പിച്ച് പെറ്റി അടിപ്പിച്ചിട്ട് അയാളെ മണ്ഡപത്തിൽ കയറി താലി കെട്ടിയത്. അയാളെങ്ങാണ് ഇവന് വാറ്റ് കൊടുത്തെന്ന് അറിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു. അല്ല ഇവൻ വാറ്റാ കൊടുത്തെന്ന് ആര് പറയാനാ? ഞാൻ പറയും ഐശ്വര്യം വന്ന് എനിക്കൊരു പല ഐസുകാരനല്ല പോലീസുകാരൻ. നിന്റെ അളിയന്തേ താഴെ വന്നേക്കുന്നത്? ആ നായിന്റെ നിങ്ങൾ ഒറ്റ തീറ്റിക്കാൻ അവന്റെ അമ്മൂമ്മയുടെ ആവൂലോ സൂടി. അയ്യോ ഇത് വിഷയം. തലേ കൂടെ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കണ്ട ഡ്രൈ മതി. വെള്ളം ഒഴിക്കണം. തട്ടി കട്ടിലടിക്കില്ല നോക്ക്. എന്നാലും ഞാൻ കയറ്റിക്കോളാം. നീ റിസപ്ഷൻ ചെന്നിട്ട് പറയാം അങ്ങനെ ഇങ്ങോട്ട് കയറ്റിവിടല്ലെന്ന്. എണീക്കട കള്ളൂടിയ. എടാ മോനെ കുട്ടാ നീ വന്നേ. മോനെ ചേട്ടൻ നീ ഒരു സഹായം ചെയ്തു തരൂ. സഹായം? അതായത് ഞങ്ങൾ താഴെ അന്വേഷിച്ച് ഇപ്പൊ ഒരാൾ വരും. അയാളെ ഒരു കാരണവശാലും മേലേക്ക് നീ കയറ്റി വിടരുത്. അല്ല കയറ്റിവിട്ടപ്പോ എന്താ? കയറ്റി വിട്ടാ ഫുൾ പണിയാണ്, ഫുൾ പ്രശ്നമാണ്. അയാൾ നീ എന്തെങ്കിലും പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണം. ഞങ്ങൾ 5 മിനിറ്റ് താഴേക്ക് വരാം കേട്ടോ. He'll not do that. താഴേക്ക് നാളെ മേലോട്ട് കയറ്റി വിടല്ലേ? എന്തായാലും പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണം. അത്രല്ലേ ഉള്ളൂ. ചേട്ടൻ ധൈര്യമായിട്ട് ആ കാര്യം ഞാനേറ്റ്. നോക്കിയേക്കണ മോനെ. നോക്ക് മുട്ടു. നിനക്ക് സഹായം വേണമല്ലേ? ഇപ്പൊ തരാം. Oh God, I can totally feel the chaos happening now. വണ്ടിയെ കൊണ്ട് മാറ്റിയിടും. Where's Jeevan in all of this? ആരും ഇല്ലടാ ഇവിടെ. അതെ ആരെങ്കിലും കാണാൻ വന്നതാണോ? ആണെങ്കിൽ ആ മറ്റേ പാവാടൊക്കെ ഇട്ട് ഗിറ്റാർ വെക്കുന്ന ജോണിയെ കാണാൻ വന്നില്ലേ? അല്ല. നിനക്ക് ഈ അപ്പു എന്ന് പറയുന്ന ഒരുത്തന്റെ റൂം ഏതാണെന്നറിയോ? ആ അത് തന്നെ. ഈ അപ്പവും ജോണിയും ഗിറ്റാറും അവന്റെ പാവാട എല്ലാം റൂമിലും. വാ ഇങ്ങോട്ട്. കൈ തുറ. നടക്ക്. വോട്ടർ ഐ ഡി ഒക്കെ ഉണ്ടോടാ? അച്ഛൻ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. അച്ഛനറിയോ? അറിയുന്നുണ്ട് ഞാൻ. There he is. സാറേ എടോ താനെന്ത് കളിക്കുന്ന? ഞാൻ ആ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ദേ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ സമയത്ത് ഈ വെയിലത്തെടുത്ത് ഇങ്ങനെ കറങ്ങിയാലേ കല്യാണമാകുമ്പോൾ ഞാൻ കുറഞ്ഞു. സാറേ ഞാൻ അങ്ങോട്ട് വരാണ്ടിരുന്നതാ. അപ്പോഴങ്ങനെ ഇവിടെ വന്നെന്തോ സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാൾ ഇവിടെ ഉണ്ടോ? മോളോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് പോവാം. കേസിന്റെ ചോദ്യം ചെയ്യൽ കല്യാണം കഴിഞ്ഞ് ആക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കാം. അതാകുമ്പോൾ പന്തലിൽ കയറി സമാധാനമായിട്ട് ഒന്ന് താലി കെട്ടാലോ. അത് ശരിയാ. അത് വേണേൽ സാറും ചോദിച്ചു കൊടുക്കും. എന്നാ വെയിറ്റ് ചെയ്യല്ലേ. ഇനി ഇപ്പോഴൊന്നും എണീക്കത്തില്ല. നീ കുപ്പി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. സാധനം നോക്കി താഴെ കൊണ്ട് കൊടുക്കാം. ഒന്ന് വലിഞ്ഞേറി വാ ഇങ്ങോട്ട്. നിനക്ക് വല്ല പോലീസ് ചേർന്നൂടാ? ഇതാ മുറി ഇതാ മുറി. എന്തോ Was they to get into trouble? ആലോചിച്ചിട്ട് ഒരു പ്ലാനും കിട്ടുന്നില്ലല്ലോ. അതെ ഞാൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടി കിട്ടും. പ്ലാൻ എ ആലോചിച്ചിട്ട് കിട്ടാത്തോണ്ട് ഇനിയിപ്പോ പ്ലാൻ ബി നടപ്പിലാക്കാം. ഗണ്ണ് വിശന്നിട്ടും രാവിലെ കുറച്ച് മീശ മാത്രം തന്നിട്ടുള്ളൂ. അയ്യോ പേടിക്കണ്ട, ഇത് കളിത്തോക്കാണ്. അതുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞേ. ഇത് കണ്ട അവന്മാർക്ക് മനസ്സിലായില്ല കളിത്തോക്കാന്ന്. അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ പെർഫോമൻസ് പിടിച്ചോളാം. പ്ലാൻ ഇതാണ്, ഞങ്ങൾ ഈ ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ച് അവന്മാരുടെ ബാഗ് തട്ടിയെടുക്കുന്നു. അത് കൊള്ളാം, സൂപ്പർ. തട്ടിയെടുത്ത ബാഗുമായിട്ട് ഓടി താഴെ എത്തുമ്പോഴേക്കും നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിരിക്കണം. ഓക്കെ. അല്ല ഏത് വണ്ടി? അത് ശരി, ഞങ്ങളൊരു നിസ്സാര കളിത്തോക്കിന്റെ ബലത്തിൽ ആ ലഹരി മാഫിയ എടുത്തു സ്വന്തം ജീവൻ പണയം വെച്ച് സാധനം എടുത്തോണ്ട് ഓടി ഇറങ്ങി വരുമ്പോൾ ഒരു നിസ്സാര വണ്ടി എസ്കേപ്പ് ആവാൻ അറേഞ്ച് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടി അറേഞ്ച് ചെയ്യണം, മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ സാധനം എടുത്ത് താഴെത്തുമ്പോഴേക്കും വണ്ടി റെഡി ആയിരിക്കും. ആ പോ. Okay, okay. ഇരിക്കട്ടാ. ചന്തൂട്ടനവിടെ പുറകാരൻ കുളിച്ചിട്ട് പുറത്തോട്ട് പോയി. മേലെഴുതാൻ തിരിച്ചു വരും. എന്താടാ ഒരു വശപ്പശക്ക്? എന്താ ഞങ്ങൾ പെശകൊന്നുമില്ല. ചെയ്യണ്ട കൂടി ഞാൻ എടുക്കൂ. Yo, listen up, let me tell you about the truth. You ain't good this year.
ആരും അനങ്ങി പോരുത്. ആരും അനങ്ങരുത്. ഒറ്റോടത്തിന് ഇറങ്ങരുത്. തലച്ചോറ് ചിഹ്നിച്ചതും ഇവൻ ക്ലാസ് ടോപ്പറാ. എന്താണ് ഭ്രാന്താണോ? ഈ നാടിനെ നശിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കണോ? നിന്നോട് ആരാ വെടിപൊട്ടിക്കാൻ പറഞ്ഞത്? നമ്മൾ അലേർട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്തോ ഒരു ക്രൈമുകളാണ് നടക്കുന്നത് അറിയാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. എന്റെ വണ്ടി ഇനി 300 വരൂ. എനിക്ക് തോന്നുന്നു ഈ പോലീസുകാർ ചിലപ്പോൾ മാഫിയുടെ ഭാഗമായിരിക്കും. അവന്മാര് പറയണ്ട, നീ പെട്ടെന്ന് വണ്ടി വിട്. I think this is one of the best chaos scenes that they have done. This is one of the best chaos scenes that they have done. Like the confusion. മാഫിയ മുഴുവൻ ഇളകിയിട്ടുണ്ട്. ചവിട്ടി വിട്ടു പോലെ നല്ല ഇടി കിട്ടും. ആർക്കറിയാം? അവിടെ നിന്ന് ടിക്കറ്റ് വണ്ടി എടുത്തോണ്ടേ. ചിലപ്പോ വണ്ടിയുടെ മുകളിലേ വണ്ടി മോഷണം തെറ്റല്ലേ? എന്റെ വായിലേക്ക് കേൾക്കരുത്. പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ എവിടെ നിർത്തോണ്ടാ? എനിക്ക് ബാഗ് ഒന്നും അറിയാൻ പാടില്ല. ആർക്കറിയാം? അവിടെ തീവ്രം ഓടിക്കണം. പിന്നെ അയ്യോ Oh my god, my jaw is open. And the music chosen is just perfect. Oh god. I love this music.
Well, his anger is justified. He got suspended because of them. But they're not the real culprits. വിക്രം നീ കേട്ടിട്ടില്ല എവിടാ വിക്രം അമ്പലത്തിൽ പോയി നോക്കണു എന്നോട് പറയാൻ എനിക്കറിയാം പറയാം സാറ് പറഞ്ഞ വിഗ്രഹം എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സാറിനെ പറ്റില്ല എന്റെ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു സാറ് മാഫിയുടെ ഭാഗമല്ലേ എന്നെ മാഫിയാന്ന് അത് കൊണ്ടുവരുന്നത് അതിനകത്തുള്ള സാധനം പുറത്തു വന്നു കഴിഞ്ഞാൽ യുവതലമുറ വഴിയേറ്റി പോവും അത് നശിപ്പിക്കണം മ്യൂസിക് സെൻസ് ഇല്ലാത്ത അലവലാതി നശിപ്പിക്കുന്നു കൊടുക്കേട്ട ഒരു ഇടി കൂടെ നീയൊക്കെ ഏതാടാ എന്റെ ചേട്ടാ രണ്ട് അപ്പാപ്പന്മാര് ഞങ്ങളുടെ മുറി കയറി ഹാർഡ് ഡിസ്കുള്ള ബാഗ് അടിച്ചെടുത്തിട്ട് ഓടിയതാണ്. ഇവൻ അവന്മാരുടെ കൂടെയുള്ളതാണോ? എന്തിനാടാ നിനക്കൊക്കെ ഹാർഡ് ഡിസ്ക്? എനിക്കെതിരാണ് ഹാർഡ് ഡിസ്ക്. എടാ ഇവനോടുള്ള രണ്ടാമന്മാർ അങ്ങോട്ട് ഓടിക്കുന്നുണ്ട്. പോയി പിടിക്ക്. അത് കുഴപ്പമില്ല ചേട്ടാ, ഇനി ഓടൊന്നും വയ്യ. ഞങ്ങൾക്ക് ബാഗ് കിട്ടിയില്ലേ? വാടാ. അതിനിപ്പോ എന്താ? ഞാൻ പോലീസാ, പോയി പിടിക്ക്. അയ്യോ അത് ഞങ്ങൾക്ക് അറിയില്ല സാർ. വെയിറ്റ് നിങ്ങൾ പോലീസാ, ഞങ്ങൾ എങ്ങനെ അറിയും? ഷോ മി യുവർ ഐഡി. അവന്മാരെ രക്ഷപ്പെടുന്നതിന് മുന്നേ പോയി പിടിടാ. നിനക്കൊന്നും എന്റെ വില അറിയില്ല അല്ലടാ. Oh. മാറ്റി വിരിച്ച് ഒരു പറച്ച് സ്റ്റട്ട് കുത്തനപ്പ വരുന്നിടങ്ങളുമായി. ഹലോ ഒന്ന് നിന്നേ. ഓ രണ്ട് കളവന്മാർ ഇതുവഴി പോകുന്നുണ്ടോ? രണ്ട് കളവന്മാരും ഓടി വന്നിട്ട് അവിടെ കിടന്നൊരു ലോറിക്കകത്ത് കയറി എങ്ങോട്ടോ പോകുന്നുണ്ട്. ലോറിയില്ല? എങ്ങോട്ട്? എങ്ങോട്ടാന്ന് ശ്രദ്ധിച്ചില്ല. നമ്പർ നോട്ട് ചെയ്താ? കർഷകരല്ലേ സാറേ, കള പറിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല. ഓ സാറേ ഈ ചക്ക ഒന്ന് തോളത്തോട്ടിട്ട് വരൂ. ആ കറക്റ്റായി. ഓ ഈ ചക്കയുടെ ഒരു കാര്യം. സാറേ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്നാലും താൻ തന്നെ പണിയൊക്കെ പോടോ. പോയേ കയ്യിൽ നിന്ന് പോയേ, പിന്നെയും പോയേ. സാറേ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടെന്നാ തോന്നണേ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. നിന്നെ തന്നെ ഞാൻ തപ്പിയിടണ. നീ മുട്ട് കണ്ട. ഇനി നീ അനാവശ്യമായിട്ട് വാതറണം. ഇത് കിട്ടിച്ച് ഞാൻ കേട്ടി തരും ഞാൻ. സാറേ അവിടെ കാണാനില്ല. അവന്മാർ രക്ഷപ്പെട്ടെന്ന് തോന്നണ. അവന്മാര് പോട്ടെ. ഇവൻ എന്റെ ഉണ്ടല്ലോ ആ വിഗ്രഹം അവന്മാർ എവിടെ ഉണ്ടെന്ന് ഞാൻ ഇവനെ കൊണ്ട് പറയും. Oh no, poor thing. Oh. The actual idol is. അവനവിടെ പോയെ? അവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അറസ്റ്റാന്നാ തോന്നുന്നു. നമുക്ക് ഇടപെടണ്ടേ? ഇടപെടണം, പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇടപെട്ടാൽ നമ്മളും പെടും. നമ്മുടെ സമയം തീരെ ശരിയല്ല. അപ്പൊ നിങ്ങളുടെ മ്യൂസിക്കും കേട്ട് റൂമിൽ ഇരിക്കുവായിരുന്നു CA സാറ്. അപ്പൊ രണ്ട് കളവന്മാർ ചാടിയകത്ത് കയറി CSR തലക്കിട്ടൊരു ഒറ്റടി കൊടുത്തു. എന്നിട്ടെന്താ അപ്പൊ തന്നെ CS ബോധം പോയി. അല്ലല്ല അപ്പോഴാണോ ബാഗ് എടുത്തത്? അപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മ്യൂസിക്കിന് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന്. നിന്റെ കൂടെ ഉള്ളതാണോടാ? എനിക്കറിയില്ല. വാ നോക്കാം. പെട്ടെന്ന് വലത്തോട്ടല്ല ഇടത്തോട്ട് തിരിക്കും. The idol is there.
with the person. ഒരു വിഗ്രഹം കിടക്കുന്നു. ഇനി ഇത് വല്ലതാണോ സാർ അന്വേഷിച്ച് നടന്ന വിഗ്രഹം? ശരിക്കും നോക്ക്. ഇത് തന്നെയാടാ ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്ന വിഗ്രഹം. I just like how both of them just caught the other two because they were trying to run, like the presence of mind. ഞാൻ ഈ വണ്ടി ഓടിച്ചതോളൂ. ഇത് എന്റെ വണ്ടിയൊന്നുമല്ല, ഇത് മറ്റേ വണ്ടിയാ. നിങ്ങൾ ഓടിലോട്ട് വിട്ടോ, ഞങ്ങൾ വന്നേക്കാം. കോയമ്പത്തൂർ ബയറടിയുണ്ട്, പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യണ പരിപാടി ആയിരിക്കും. എടാ താഴെ പോലീസ് വന്നിട്ടുണ്ട്. ഞാൻ കാറെടുത്ത് സ്കൂട്ടാവാ, നിങ്ങൾ പുറകെ വന്നാൽ മതി കേട്ടാ. I just love this music. Wait, what happened? Oh. മോശം പോയ വിഗ്രഹം ഞാൻ കണ്ടെടുത്തു സാർ. വെയിറ്റ് ഉണ്ട് പറഞ്ഞില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ സസ്പെൻഷനിലായിരുന്നെങ്കിലും വിഗ്രഹ മോഷണത്തിന്റെ പ്രതികളെ പിടിക്കാനുള്ള തീവ്രമായ അന്വേഷണത്തിലായിരുന്നു സാർ. അന്വേഷണത്തിന്റെ ഒടുവിലാണ് ചിപ്പീസ് ലോഡ്ജിൽ പ്രതികൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. അവരെ പിടിക്കാനായി ഞാൻ ചിപ്പീസ് ലോഡ്ജിൽ വരുമ്പോഴാണ് അവിടെ വെച്ച് സിബിനെ കാണുന്നതും സാർ അവിടെ അളിയനെ കാണാൻ വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ സിബിൻ എന്നോട് പറയുന്നത്. അല്ല സിബിനെ? അതെ സാർ. അങ്ങനെ സാറിനെ കൂട്ടി പ്രതികളെ പിടിക്കാൻ ഒരു ഓപ്പറേഷൻ നടത്താൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് സാർ ഇവന്മാരെ കൂട്ടത്തിലുള്ള 2 പേർ സാറിന്റെ മുറിയിലേക്ക് ഇടിച്ചു കയറുകയും സാറ് തലക്കിട്ട് കൊട്ടുകയും അവിടുന്ന് മറ്റൊരു മോഷണം ചെയ്ത് കടന്നു കളയാൻ ശ്രമിച്ചു. അല്ലടാ തെണ്ടികളാ, അതെനിക്ക് ഇഷ്ടമായില്ല സാർ. അപ്പോൾ തന്നെ ഞാൻ ഇവരെ പുറകിൽ വെച്ച് പിടിച്ചു. ഇവിടെ വെച്ച് ഇവരെ തടഞ്ഞു നിർത്തി ഒരു സംഘടന തന്നെ ഉണ്ടായി സാർ. അതിനിടയിൽ 2 പേർ രക്ഷപ്പെട്ടു. എന്നാലും പ്രധാനപ്പെട്ട 4 പ്രതികളെയും പിടിക്കാൻ എനിക്ക് സാധിച്ചു സാർ. കൂടെ ഈ വിഗ്രഹം വീണ്ടെടുത്തു സാർ. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ തന്നെയാണ് കുറ്റം ചെയ്യുന്നത് ഇവർ സമ്മതിച്ചിട്ടുണ്ട് സാർ. ഞാൻ കുറ്റം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല സാർ. ഈ സാറിന് അറിയാൻ പാടില്ലാണ്. ഞാൻ ഒരു ധിക്കാരിയാണ് സാർ. നിന്നേക്കാൾ വലിയ ധിക്കാരിയാടാ ഞാൻ. ബ്ലഡി ഫൂൾ. ഈ സാറിനോട് മര്യാദയോട് പറയുന്നോടാ ബ്ലഡി തീഫ്. സാറേ ഇവന്മാരെ പിടിക്കാൻ ഞങ്ങളോട് ചേർന്നാ സഹായിച്ചത്. പിന്നെ 2 അവന്മാരെ ചാണ്ട തലക്കടിച്ചിട്ട് ഓടിയില്ലേ. അവന്മാരെ പിടിക്കാൻ ഞങ്ങൾ കുറെ ചേസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ചെറുതായിട്ടൊന്ന് ലോസ്റ്റ് ആയി പോയി. നിന്റെയൊക്കെ മുറിയിൽ ലോസ്റ്റ് ആയി കിടക്കുന്ന ഒരുത്തരുണ്ടല്ലോ, എന്റെ അളിയൻ. ബോധം വരുമ്പം എന്നെ വന്ന് കാണാൻ പറ. കൂടെ നീയൊക്കെയും ആ ചെണ്ടയും തബലേക്കും എടുത്തോ. എന്തിനാണ് സാർ? ഒരു പരിപാടി തരാൻ. സാർ നമ്മൾ പ്രതികളെയും പിടിച്ചു, വിഗ്രഹം തിരിച്ചു കിട്ടി സാർ. എന്റെ സസ്പെൻഷൻ ചേ അതൊക്കെ മറന്നേക്ക്, അതൊക്കെ ഞാൻ സോർട്ട് ചെയ്തോളാം. എനിവേ വെൽ ഡൺ മൈ ബോയ്, ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. എന്നാ പിന്നെ നോക്കിക്കാതെ എല്ലാത്തിനും പിടിച്ച് വണ്ടി കേട്ടോ. I feel so bad for Kiran. Oh no. So what? Kiran goes to jail? How is that fair? How is that fair? Oh God. പറഞ്ഞു തന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. പറഞ്ഞു തന്നതുപോലെ മജിസ്ട്രേറ്റിനോട് പറഞ്ഞാൽ നിനക്ക് ജാമ്യം കിട്ടും. Oh, നിനക്ക് ഈ മോഷണത്തിൽ ഒരു പങ്കുമില്ല. നമുക്ക് പൂർണ്ണ ബോധ്യം വന്നോണ്ടാണ് നിന്നെ അതിനകത്തുനിന്ന് ഒഴിവാക്കുന്നത്. ഇനിയും ധിക്കാരി പരിപാടി വല്ല കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മയുണ്ട്. മറക്കാൻ പറ്റുമോ? Oh, I feel bad for him. പിന്നെ നിന്റെ കൂടെയുള്ള മറ്റവന്മാര് അവന്മാര് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. അവന്മാർ ഇനി എവിടെ ഒളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അവന്മാരെ പോകും. അയ്യോ മകനും ഓനന്മാരും മകനും എന്നെ ഒന്നെങ്കിൽ ഓടിയന്മാരല്ലേ അവന്മാരും പിടിച്ച് ഞാനും എഴുതിക്കണം. ഒന്നും ഉണ്ടായിടാ. കുറെ നേരമല്ല നീ കിടന്ന് കൊഞ്ഞാൻ കുത്തുന്നു. നിന്റെയൊക്കെ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. സത്യം പറഞ്ഞാ വേറെ എന്തെങ്കിലും കോപ്പിച്ചിട്ടില്ലേ? അയ്യോ താനെ ഇത് മറ്റു പരിപാടിയാ. ഈ സാർ അന്വേഷിച്ചതാ, ഒന്നും കിട്ടിയില്ല. നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്താ. അത് ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. നാട്ടുകാർ നന്മയ്ക്ക് എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, മനസ്സിലായടാ? ആ മനസ്സിലായി. പിന്നെ നീ നിന്റെ കൂട്ടുകാരും ഉണ്ടാക്കുന്ന വിവരമൊക്കെ ഉണ്ട്. പോലീസോ നാട്ടുകാർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ നിന്റെയൊക്കെ ധിക്കാരെ അടിച്ചാൽ കളയും കേട്ടാ. ഒരിക്കലുമില്ല. ഇനി വല്ല പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു താനെ. ഇനി My heart goes out for him. യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. സത്യം. ഹണിമൂണിന് ലീവ് കുറെ ഇരുന്നിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടാ പോന്നേ? മലേഷ്യ പോകാനൊരു ചെറിയ പ്ലാൻ. എവിടെ പോയാലും കൊള്ളാം. വരുമ്പോ അവലൂസ് കൂടി കൊണ്ടുവരാൻ മറക്കരുത്. സാറേ ഒരു നൂപ്പർ തലുണ്ട്. മദന കൂടി വഴി ഊട്ടിയായിരിക്കും സാർ. Oh God. He's not getting the bail.
പോരാ. These three are never getting out of jail. No, these three are never getting out of jail. നേരം പോരാ. This song. Do we know what song this is? Is it written here? Wait, let me just try to have song, guitar, Raymond Joe's original background score, song mixing. I'm just seeing who wrote the song, like whose song is it? Okay, anyway, let me stop. Like I said, this was the one of the best chaotic sequences which has been directed by Karik. I absolutely loved it. Just the whole confusion of them not knowing whom they are chasing, like everybody having their own perception and chasing one another. It was so funny. It was so funny. My jaw was hurting. It was just the entire chase sequence was hilarious. The entire chase sequence was hilarious. I loved everybody's role here. It was so well done. It was so well done. I had a lot of fun watching this. And I've not been feeling well for quite some time, and this just put me in such a good mood. Like I have my like health wise, it's kind of been not very pleasant. It's been dwindling. So yeah, that's what has been happening. And but this particularly, it just put a smile on my face. Thank you so much. I loved it. Just that it made my worries go, and it just made me laugh and just put me in a good mood. I am very, very thankful to Karik. And Karik always puts a smile on my face. So yeah, that was the reaction, guys. What did you think of this entire sketch? I really enjoyed it. I think the final part was much, much superior than the first. And I think that's only because, I'm not saying that the first one was not, but I feel that the context setting was done so well in the first one that when the chaos happened in the second one, especially with that entire chase sequence, it was just so, the payoff was just so amazing. So yes, that was the reaction to Mocha by Karik, and I will be waiting for their next sketch very eagerly. So yeah, that was it, guys. Hope you guys enjoyed watching this reaction, and I'm gonna sign off now, and I will see you soon on my next video. Bye.